ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാം? കൂദാശകളിലൂടെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ, അതോടൊപ്പം തന്നെ ദൈവവചനം ശ്രവിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം പഠിക്കുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ. അപ്പോൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ നാം അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ, അത്ഭുതകരമായ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വചനം വായിക്കുക എന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നിറയപ്പെടും. കാരണം വചനം നമ്മളെ ശുദ്ധീകരിക്കും, വചനം നമ്മളെ വിശുദ്ധീകരിക്കും, പുതുജീവിതത്തിലേക്ക് നയിക്കും. ആത്മാവിൻ്റെ ഇടപെടൽ വചനത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 12-11 തിരുവചനം, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? പാപത്തിൻ്റെ മേൽ, തിന്മയുടെ മേൽ, ശാപത്തിൻ്റെ മേൽ, ബന്ധനങ്ങളുടെ മേൽ. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ തിന്മയുടെ സാഹചര്യങ്ങളുടെ മേൽ വിജയം കൈവരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം, വചനത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആയതിനാൽ പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പഠിക്കുന്നുണ്ട്. ഒപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ജീവിത ഉദ്യമ മേഖലകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളെയും ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനുമുള്ള വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നൽകി വചനത്തിലൂടെ പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും